സെൽഫ് ലവ്. പല വീഡിയോസിലും പലരും പറഞ്ഞ് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നുള്ളത്, അല്ലേ? പക്ഷേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ അത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So if you're watching me, take this as a sign to start your journey of self-love. ഞാൻ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. അത് മനഃപൂർവ്വമായിട്ട് വരുത്തിയൊരു മാറ്റമൊന്നുമല്ല, ഒരുപാട് സമയമെടുത്ത് വളരെ പതുക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഞാൻ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് ആദ്യം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. എന്താണ് കഴിക്കുന്നത്, ഹെൽത്തി ആയിട്ടാണോ കഴിക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ തന്നെ കുറച്ചൊന്ന് പാമ്പർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെ പതുക്കെ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി, ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി തുടങ്ങി. ആ ഒരു കോൺഫിഡൻസ് വന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫ്ലോസ് എന്താണ്, എൻ്റെ കുറവുകൾ എന്താണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. അങ്ങനെ എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമായി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവാൻ തുടങ്ങി. കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതോടെ എനിക്ക് 2 ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായത്. ഒന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ എനിക്ക് എന്നെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. 2, ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തോറ്റു പോകുമോ എന്നൊരു പേടിയില്ലാതെ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി കിട്ടി. അപ്പോൾ റിജക്ഷൻസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് എന്നൊരു കാര്യത്തിനോടുള്ള പേടി അങ്ങ് പോയി. അടുത്തതായിട്ട് ഞാൻ എന്നിൽ ഒബ്സർവ് ചെയ്തൊരു മാറ്റമാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ആവശ്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിനൊക്കെ കുറച്ച് വിലയുണ്ടെന്നും അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നും എനിക്ക് തോന്നി തുടങ്ങി. അതിലൂടെ വന്നൊരു മാറ്റമാണ് എനിക്ക് കുറച്ചും കൂടെ ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഏത് റിലേഷൻഷിപ്സിലായാലും, അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും വർക്ക് സ്പേസിലായാലും എങ്ങനെയാണ് യെസ് പറയേണ്ടത്, നോ പറയേണ്ടത് എന്നെനിക്ക് പഠിക്കാൻ പറ്റി. മാത്രമല്ല, വളരെ പൊളൈറ്റായിട്ട് ബഹുമാനത്തോടെ മറ്റുള്ളവരോട് എങ്ങനെ നോ പറയണം അല്ലെങ്കിൽ യെസ് ആണെങ്കിലും എങ്ങനെ പറയണം എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇതിലൂടെ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, മറ്റുള്ളവർ എന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്നെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതും മോശമായിട്ടുള്ളൊരു പെരുമാറ്റമോ സംസാരമോ ഞാൻ എൻകറേജ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇൻഡയറക്ട്ലി എനിക്ക് ആൾക്കാരിലേക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു ചെറിയ മാറ്റത്തിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതൊരു വലിയ കാര്യമായിരുന്നു എൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഒരുപാട് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് എൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു. പിന്നെ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് എങ്ങനെയാണ് എന്നെ തന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പഠിച്ചു. അങ്ങനെ എൻ്റെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് എല്ലാം പതുക്കെ മാഞ്ഞുപോയി. മാത്രമല്ല, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസി ആയതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പതുക്കെ എനിക്കൊന്ന് റിലീവ് ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ മെൻ്റൽ ഹെൽത്താണ് ഒത്തിരി ബെറ്റർ ആയത്. ഞാൻ സ്വയമായിട്ട് വരുത്തിയ ഈ മാറ്റങ്ങളിലൂടെ എനിക്ക് എന്നിലൊരു വിശ്വാസമാണ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. ഒപ്പം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അപ്രിസിയേഷൻ, അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടണം എന്നുള്ള ആ ചിന്തയൊക്കെ അങ്ങ് മാറി. കിട്ടിയാൽ സന്തോഷം, അത് വളരെ ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ധൈര്യവും ഒക്കെ നേടിയെടുക്കാൻ പറ്റി. ഇത്തരം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയൊരു സെൻസ് ഓഫ് ഫ്രീഡം, പിന്നെ എൻ്റെ ലൈഫിൽ പിന്നീട് വന്ന ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത്തരം ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്കും ശ്രമിച്ചു നോക്കാം. സോ ലവ് യുവർ സെൽഫ്.